പാലക്കാട് സ്വദേശിയായ 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സമിതിയെ നിയോഗിച്ച ആരോഗ്യവകുപ്പ് 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. കുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. YS അഭിനന്ദ് വിശദാംശങ്ങളുമായി. അഭിനന്ദ്, ഇതിനോടകം തന്നെ വന്ന അന്വേഷണ റിപ്പോർട്ടിൽ പിഴവ് സംഭവിച്ചിട്ടില്ല എന്നൊക്കെയുള്ളത് നമുക്കറിയാം. പക്ഷേ ഡോക്ടേഴ്സിന് സസ്പെൻഷൻ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പുതിയ അന്വേഷണമാണോ ഇത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുജ, കഴിഞ്ഞ ദിവസമാണ് ഈ പാലക്കാട് 9 വയസ്സുകാരുടെ കൈ മുറിച്ച് മാറ്റിയ സംഭവമായിട്ട് ബന്ധപ്പെട്ട അമ്മ നമ്മളോടക്കം ആശങ്ക രേഖപ്പെടുന്ന സാഹചര്യം. നമ്മുടെ ചർച്ചയിലടക്കം അവർ ആശങ്ക പ്രകടിപ്പിച്ചവർ പറഞ്ഞത് ഈ കൈ മുറിച്ച് മാറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൃത്യമായ വിശദീകരണം ഡോക്ടർമാരോടും ആശുപത്രി അധികൃതരോടും ആ സമയം മുതൽ അവർ ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. ഇപ്പോഴും അത് സംഭവിച്ചിട്ടില്ല. ബയോപ്സിയുടെ ഫലത്തിന്റെ കാര്യം വ്യക്തമാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് കൈ മുറിച്ച് മാറ്റാനുള്ള നടപടികളിലേക്ക് ഡോക്ടർമാർ കടന്നത്? ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നോ? ഇതിനടക്കമുള്ള ചോദ്യങ്ങൾക്കൊന്നും ഒരു തരത്തിലുള്ള മറുപടി നൽകാത്തതിനെ തുടർന്ന് അമ്മ ഇന്നലെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഒരു 3-അംഗ സമിതിയെ നിയമിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി മേധാവിയായിട്ടുള്ള നിസാറുദ്ദീൻ, കൊല്ലം മെഡിക്കൽ കോളേജിലെ ഓർത്തോ മേധാവിയായിട്ടുള്ള മനോജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഈ കൃത്യമായി തന്നെ പഠിക്കാം. നേരത്തെ തന്നെ ഈ വിഷയമൊക്കെ ഒരുപാട് തരത്തിലുള്ള പഠനത്തിനൊക്കെ വിധേയമാക്കിയതാണ്. DMO അന്വേഷിച്ചു, മെഡിക്കൽ കോളേജ് മേധാവിമാർ അന്വേഷിച്ചു. പക്ഷേ അതിൽ നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് മറ്റൊരു തരത്തിലുള്ള ചികിത്സാ പിഴവും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്ന് ആവർത്തിക്കുകയായിരുന്നു ആശുപത്രി അധികൃതർ. അതിനെ തുടർന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് തന്നെ ഇത് കൃത്യമായി പഠിക്കുവാൻ, എങ്ങനെയൊക്കെ ഈ മുറിവ് സംഭവിച്ചു, എന്താണ് ഇത്തരത്തിലുള്ള മുറിവ് എന്നടക്കമുള്ള വിശദമായുള്ള സമഗ്രമായ റിപ്പോർട്ട് 10 ദിവസത്തിനകം നൽകാനാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ആരോഗ്യമന്ത്രി കൃത്യമായി തന്നെ ഈ റിപ്പോർട്ട് ഒന്നുകൂടി പഠിച്ചതിന് ശേഷം ഒരു ശക്തമായ നടപടിയിലേക്ക് പോകുമെന്ന് കൂടി കുടുംബത്തിനെ അറിയിച്ചിട്ടുണ്ട്. ആ കാര്യം കൂടി ഇന്ന് കുടുംബം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് വന്നത് എന്നത് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് മാതാപിതാക്കളുടെ പരാതിയിൽ ഇന്ന് പാലക്കാട് ടൗൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നത് കൂടി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.